കാസർകോട്ട് ഖനാൻ ഷായുടെ ഗാനമേള. അനുമതി നൽകിയത് 3000 പേർക്ക്. പങ്കെടുത്തത് 4 ഇരട്ടിയോളം. ഗുരുതര വീഴ്ച സംഭവിച്ചതായി സംഘാടകർക്കെതിരെ കേസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അതിശയം തോന്നി. ഈ വേടൻ ഹനാൻ ഷാ വിരലെണ്ണാവുന്ന പാട്ടുകളേ പാട്ടുള്ളൂ. എന്തുകൊണ്ട് മുന്നേ നമ്മൾ അവരുടെയൊക്കെ മുന്നുള്ള ദാസേട്ടൻ, ജയേട്ടൻ, MG അങ്ങനെ ഒരുപാട് ഗായകരൊക്കെ ഉണ്ട്. അവർക്ക് കിട്ടാത്ത ഇത്രയും ക്രൗഡ് എങ്ങനെ ഇവർക്ക് കിട്ടണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ അവരൊക്കെ വരുമ്പോൾ അവരുടെ ഒന്നും അടുത്ത് ഈ വേടനോ ഈ ഹനാൻഷായൊന്നും ഏഴയിലെത്തത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്തുകൊണ്ട് ഇത്ര ജനപ്രീതി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് സംഗീതത്തിൻ്റെ ഒരു ടോൺ മാറിപ്പോയത് കൊണ്ടായിരിക്കാം ഇത്ര ആളുകൾ കൂടാനുള്ള കാരണം. തീർച്ചയായിട്ടും അവരുടെ ഗാനമേളയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വല്ലപ്പോൾ അടിയൊക്കെ ഉണ്ടാവും, അത് സാധാരണ ഗാനമേളയിൽ അടിയും. പക്ഷെ ഇത്രയും ഒരു രീതി ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘാടകർ കുറേ ശ്രദ്ധിക്കണം. ഇത്രയും തിരക്കുള്ള സമയത്ത് നിയന്ത്രണം ഉണ്ടാകുന്ന ആവശ്യമാണ്. ആവശ്യമെങ്കിൽ സ്ക്രീനൊക്കെ വെക്കാം, അങ്ങനെ ചെറിയ രീതികളൊക്കെ ചെയ്യാം. അതിൻ്റേതായിട്ട് ഇപ്പോൾ ക്രൗഡ് കൂടുന്നതനുസരിച്ച് അതിനുള്ള സുരക്ഷിതത്വം നിങ്ങൾ ഒരുക്കേണ്ട സംഘാടകരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇപ്പോൾ ഈ പോലീസുകാർ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോലീസുകാരൊക്കെ വന്ന് അടിക്കണമൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ നല്ല ദേഷ്യത്തിലായിരിക്കും അവർ അടിക്കണത്. കാരണം ലാത്തി ചാർജ് ഇട്ട് സമരക്കാർക്ക് കയറി അടിക്കണേക്കാളും പവറായിട്ട് അടിക്കണേ ഞാൻ കണ്ടതാണ്. അതിൽ ഒന്നാമത് തന്നെ ഇവർ ഈ നേതാക്കന്മാരോട് ശരിക്കും അവർക്ക് ദേഷ്യമുണ്ട്. കാരണം ഒരു നേതാക്കന്മാരിങ്ങനെ വരുന്ന കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വെയിലും പിടിച്ചിരിക്കണം. ഒരുപാട് പോലീസുകാരെ കാണുമ്പോൾ നമുക്കൊരു സഹതാപമൊക്കെ തോന്നാറുണ്ട്. എല്ലാവരും കൈക്കൂലിക്കാരല്ല. അപ്പം അങ്ങനെയുള്ള ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുമ്പോഴാണ് ഈ ഗാനമേളമൊക്കെ വരുമ്പോഴുള്ള ഇത് കാണുന്നത്. ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാർ സഹിക്കണമല്ലോ എന്നോർത്താണ്. അവർ ആ സഹിക്കുന്ന ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇവരുടെ കൂടെ ഈ ഇത്രയും ക്രൗഡിൻ്റെ കൂടെ ഇങ്ങനെ കാണിക്കുമ്പോൾ പോലീസുകാർക്ക് നല്ല ദേഷ്യമുണ്ട്. ആ കലിപ്പ് മുഴുവൻ ഇവിടുത്തെ ജനങ്ങളോട് തീർക്കും. അപ്പോൾ ഒരു കാര്യത്തിലേ പറയാറുള്ളൂ, ഗാനമേള ആസ്വദിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ കരുതി വയ്ക്കുക. അരൂർ പോലെ ആകരുത് ഇവിടെ. അതുപോലെ തന്നെയാണ് ആ ഹനാൻ ഷായ്ക്ക് എന്തെങ്കിലും പറ്റാൻ പ്രൊട്ടക്ഷൻ 1000 പേരുണ്ടാവും. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ആശുപത്രിയിൽ പോകാൻ മെഡിക്കലിൻ്റെ കാര്യങ്ങളുണ്ടാകും. നമുക്ക് അവിടെ നിന്ന് ആ കൂട്ടത്തിൽ നിന്ന് നമ്മളാരും അറിയില്ല, കുഞ്ഞെങ്ങാനും ഇടയിലെങ്ങാനും പെട്ടാൽ ശ്വാസം മുട്ടി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിക്കുക. അതൊക്കെ എല്ലാ രീതിയിലൊന്നും ആഘോഷിക്കുന്നുണ്ടാവും. ഗാനമേള കാണണോ വേണ്ടതോ എന്നാൽ നിങ്ങളുടെ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ എപ്പോഴും ഒരു മുൻകരുതൽ എപ്പോഴും കരുതുക. അപ്പോൾ ആ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ഒന്നും ആ തിരക്കിൻ്റെ ഇടയിലേക്ക് ഒന്നും കൊണ്ടുപോയി കയറ്റി വിട്ടേക്കരുത്. നിങ്ങളായാലും അതിന് സ്വസ്ഥമായിട്ട് ഇരിപ്പിടങ്ങൾ, അതൊക്കെ സംഘാടകരുടെ ഒരു ഉത്തരവാദിത്തമാണ്. കുട്ടികളൊക്കെ ഉണ്ടോ അതൊക്കെ നോക്കി നടത്തി കാര്യങ്ങൾ ചെയ്യേണ്ട സംഘാടകർക്കെതിരെ ഉത്തരവാദിത്തമാണ്. വേടനായാലും കനാൻഷായാലും വരുവാണെങ്കിൽ തന്നെ അവരെയൊക്കെ ഒരു മോശം പറയണതല്ല. അവരെ ഇന്നത്തെ തലമുറയ്ക്ക് വിവരവും അല്പം വിവരക്കേടും കൂടുതലായതുകൊണ്ട് അവർക്ക് എന്താ ഏതാണെന്നുള്ള വരാനുള്ള ദൂരത്തെക്കുറിച്ച് ഒരു ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. അവർ കയറി അങ്ങ് ഗാനമേള ഇടയ്ക്ക് ഇങ്ങോട്ട് കുത്തി അങ്ങോട്ട് കയറും. അതൊക്കെ കുറയ്ക്കുക.